BJP വലിയ ആവേശത്തോടെയാണ് പാലക്കാട് മുന്നേറുന്നത്. ഓരോ BJP പ്രവർത്തകനും വിചാരിക്കുന്നത് പാലക്കാട് BJP ജയിക്കണം. അതായത് സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസിലേക്കുള്ള പോക്ക് BJPക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. സത്യത്തിൽ BJP തിരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ആക്റ്റീവാണ്. കൗൺസിലർമാർ അടക്കം വലിയ ആക്റ്റീവാണ്. BJP പ്രവർത്തകർ, അണികൾ, നേതാക്കൾ അടക്കം വളരെ ആക്റ്റീവാണ്. പക്ഷേ എല്ലാ തിരഞ്ഞെടുപ്പിലും BJPക്ക് ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. പലപ്പോഴും ആ വീക്ക് പോയിന്റാണ് BJPയെ തോൽപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം, അല്ലേ? എന്ത് തോന്നുന്നു പാർത്ഥന്? തീർച്ചയായും. അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഞാനടക്കം വിചാരിച്ചത് ഇതൊരു വലിയ ഇമ്പാക്റ്റ് കോൺഗ്രസിനുണ്ടാക്കും, പാലക്കാട് ഉണ്ടാക്കുമെന്നാണ്. പക്ഷെ അതൊരു കോൺഗ്രസ് അനുകൂല ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ് ഞാനൊക്കെ കരുതിയതെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. പക്ഷെ അത് കോൺഗ്രസിനല്ല, നേരെ തിരിച്ച് BJPക്കാണ്. കാര്യം സന്ദീപ് വാര്യരുടെ പോക്കും നേരെ പാണക്കാട്ടേക്കുള്ള പോക്കും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJP അണികളിൽ എന്താ പറയുക, കെ സുരേന്ദ്രൻ പറഞ്ഞ വാചകമുണ്ട്. അതായത് പണിക്ക് നിരന്തരം പണിക്ക് പോയി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ പണിക്കൊക്കെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് ആക്റ്റീവ് ആകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഈ സന്ദീപ് വാര്യരുടെ പോക്കോടുകൂടി വളരെ സ്ട്രോങ് ആയി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയും ഓരോ വീടാന്തരം കയറുകയും പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവസാനത്തെ വോട്ടും BJPയുടെ അവസാനത്തെ വോട്ടും പെട്ടിയിൽ വീഴിക്കാനുള്ള ശ്രമങ്ങളോടെ BJPയുടെ ഓരോ പ്രവർത്തകനും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അവിടെ ശ്രീകൃഷ്ണകുമാറിനെതിരെ വികാരമുണ്ട് എന്ന് ഞാൻ പറയുന്നത് പാർട്ടിക്കുള്ളിൽ ചില പ്രവർത്തകർക്ക് വികാരമുണ്ട്, കെ സുരേന്ദ്രന്റെ വികാരം ഉണ്ടായിരിക്കാം, ശോഭാ സുരേന്ദ്രന്റെ വികാരം ഉണ്ടായിരിക്കും. അങ്ങനെ പരസ്പരം വികാരം ഉണ്ടാവുമല്ലോ. ഒരു പാർട്ടി ആകുമ്പോൾ അങ്ങനെ പരസ്പരം ഉണ്ടാവും. ഇനി അനുകൂലമായ ആളുകളും ഉണ്ടാവും. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കൂടെ ഇന്നലെ വരെ നിന്നിരുന്ന ആളുകൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടില്ല. ആ ഒരു യൂത്തിൻ്റെ ഒരു സംഘമുണ്ട് സന്ദീപ് വാര്യർക്ക്. അവർ ഒരുമിച്ച് വന്ന് കൃഷ്ണകുമാറിനെ വിളിച്ചു ചേർക്കുകയും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയും ഞങ്ങൾ പോയിട്ടില്ല, സന്ദീപ് വാര്യർ പാണക്കാട്ടേക്കാണെങ്കിൽ ഞങ്ങൾ പാലക്കാട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ അടക്കം ഫേസ്ബുക്കിൽ അവരുടെ സോഷ്യൽ മീഡിയ രംഗത്ത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗുണകരമായി മാറുകയാണ് BJPക്ക്. പക്ഷേ ധന്യ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് പലപ്പോഴും BJP ഒരു രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വളരെ ആക്റ്റീവായി RSS ഉൾപ്പെടെ ഇടപെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ കണ്ണിങ് ആയി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വിജയപ്രതീക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഏത് വിധേനയും അവർ പ്രവർത്തിക്കും. പക്ഷെ പല സ്ഥലങ്ങളിലും നേരത്തെ ധന്യ എന്നോട് സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പോളിംഗ് ദിനത്തിൽ രാവിലെ 6 മണി മുതലാണ് പോളിംഗ് ആരംഭിക്കുന്നതെങ്കിൽ വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കുമാണ് പോളിംഗ് തീരുന്നതെങ്കിൽ ഈ ദിനം BJPക്കാർ എന്ത് ചെയ്യും? ഇങ്ങനെ കൈയും കെട്ടി നിൽക്കും. അതായത് അതെ, ഇത് ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി വോട്ടിംഗ് എത്തിക്കോളും എന്നുള്ള നിലയിൽ നിൽക്കും. യഥാർത്ഥത്തിൽ അന്നാണ് പ്രവർത്തിക്കേണ്ടത്. CPM-നെ കണ്ടുപഠിക്കണം ഇത്തരം കാര്യങ്ങൾ. CPM-നെതിരെ വലിയ വികാരമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും അവർക്ക് കുറച്ച് സീറ്റൊക്കെ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടാണ്. അതായത് ഇലക്ഷൻ്റെ അന്ന് അവരുടെ അവസാനത്തെ വോട്ടും പെട്ടിയിൽ വീഴിക്കാനുള്ള ശ്രമങ്ങൾ അന്ന് അവർ നടത്തും. BJP അതിന്റെ തലേന്ന് വരെ നടത്തും. ഇതാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. മലബാർ ഏരിയകളിൽ CPM തമ്മിലുള്ള വ്യത്യാസമാണോ? അല്ല, BJPയും CPM തമ്മിലുള്ള വ്യത്യാസം. ഈ കോൺഗ്രസ്, ക്ഷമിക്കണം, അത് അങ്ങനെ മാറിപ്പോയതാണ്. ഈ കോൺഗ്രസിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് കോൺഗ്രസ് മലബാർ ഏരിയകളിൽ ഈ പറയുന്ന അവരുടെ അവസാനത്തെ വോട്ടും പെട്ടിയിൽ വീഴിക്കാൻ CPM-നോടൊപ്പം തുല്യമായി പ്രവർത്തിക്കാൻ ആ ഒരു ശീലം കണ്ടുകൊണ്ട് അവർക്ക് അതിന് കഴിയാറുണ്ട്. അല്ലെങ്കിൽ മലബാറിലെ ആളുകളുടെ ഒരു രാഷ്ട്രീയ തിളപ്പുണ്ട്, അതിനവർ നിൽക്കാറുണ്ട്. പക്ഷേ നേരെ തിരിച്ച് തിരുവിതാംകൂറിലോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ തെക്കൻ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അത്രയ്ക്ക് കാണാറില്ല. CPM-ലും അത്രയ്ക്ക് കാണാറില്ലായിരുന്നു. പക്ഷേ ഏറ്റവും വൃത്തിയായത് ചെയ്യുന്നത് CPM തന്നെയാണ്. ഈ ഒരു മാതൃക BJP എടുക്കണം. കാരണം നേമത്തും തൃശ്ശൂരിലും ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ BJP ചെയ്ത ചില ഇത്തരം പ്രവർത്തനങ്ങളുണ്ട്. ഇലക്ഷൻ്റെ ആ ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായി ആളുകളെ പോയി കാണുകയും വയസ്സായ അമ്മൂമ്മമാരെ ഒക്കെ എടുത്ത് പിന്നെ കസേരയിലിരുത്തി തോളത്ത് ചുമന്ന് വണ്ടി വിളിച്ചും ഒക്കെ കൊണ്ടുവന്ന് ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞു തീർക്കാം, ഇന്ന് വന്ന് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വരാനുണ്ടെങ്കിൽ, വിദേശത്തു നിന്നൊക്കെ വരാനുണ്ടെങ്കിൽ അവരെ വിളിച്ച് ബന്ധപ്പെട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്ലാനിങ് മെത്തേഡുണ്ട്. ആ പ്ലാനിങ് മെത്തേഡ് BJP വളരെ കൃത്യമായി മറ്റന്നാൾ ഇലക്ഷൻ നടക്കുന്ന ദിവസങ്ങളിൽ വളരെ കൃത്യമായി കണ്ണിങ്ങായി ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ ഗുണം മറ്റവർക്ക് ചെയ്യും. ഇതെനിക്ക് എന്തോ പറയണമെന്ന് തോന്നുന്നു. അതായത് സന്ദീപ് വാര്യർ പോയതൊന്നും പാലക്കാട് BJP ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം അവിടെ പ്രചരണ ചുമതല
RSS ഏറ്റെടുത്തിട്ടുണ്ട്. RSS അടിത്തട്ടിൽ നിന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയതിന് കൃത്യമായ മറുപടി സി കൃഷ്ണകുമാറിലൂടെ നൽകണമെന്ന് RSS തീരുമാനമെടുത്തിട്ടുണ്ട്. RSS ഒരിക്കലും സന്ദീപ് വാര്യരെ കണ്ടിട്ട് പ്രവർത്തിക്കുന്നവരല്ല. BJP എന്ന സംഘടന സന്ദീപ് വാര്യരെ കണ്ടിട്ട് തുടങ്ങിയതുമല്ല. അതങ്ങനെ തന്നെ നിൽക്കും. അതിന് സുരേന്ദ്രൻ പോയാലും പിന്നെ ശോഭാ സുരേന്ദ്രൻ പോയാലും മുരളീധരൻ പോയാലും കൃഷ്ണകുമാർ പോയാലും ആര് പോയാലും BJP എന്ന സംഘടന അണികളുണ്ടോ അത് അവിടെ തന്നെ ഉണ്ടാവും. അതിനൊരു കോട്ടവും സംഭവിക്കാൻ പോകില്ല. ഈ പറഞ്ഞതുപോലെ BJPക്ക് ജയിക്കാനുള്ള എല്ലാ വളവും അവർ തന്നെ പാലക്കാട് ഇട്ടിട്ടുണ്ട്. അവർക്ക് ഈസി ആയിട്ട് ജയിക്കാം. ഏകദേശം സി കൃഷ്ണകുമാർ ഒരു 15,000-20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എന്തായാലും പാലക്കാട് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. പക്ഷേ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം RSS കൃത്യമായി ചെയ്യുന്നത് പോലെ തിരഞ്ഞെടുപ്പ് ദിവസവും BJP കൃത്യമായി ആക്റ്റീവായി നിന്നുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. മറുകണ്ഠം ചാടി പാണക്കാട് തങ്ങളുടെ മുന്നിൽ ചെന്ന് ഓച്ചാനിച്ച് കുനിഞ്ഞു നിൽക്കുന്ന എച്ചിൽ തിന്നുന്ന സന്ദീപ് വാര്യരെ പാർട്ടിക്ക് വേണ്ട എന്നുള്ള നിലപാട്. കാരണം സന്ദീപ് വാര്യർ വിചാരിച്ചത് സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അഭിമാനമില്ലാതെ പാർട്ടിയിൽ നിൽക്കാൻ ഇനി വയ്യ, തൻ്റെ ആത്മാഭിമാനത്തെ നോവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അമ്മ മരിച്ചപ്പോൾ പോലും റീത്ത് വെക്കാൻ വരാത്ത പാർട്ടിയിലേക്ക് ഞാനിനി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരുപറ്റ ആൾക്കാർ സന്ദീപിൻ്റെ പുറകെ പോകുമെന്നാണ് വാര്യർ കരുതിയത്. പക്ഷെ അവിടെയാണ് കോൺഗ്രസിനും വാര്യർക്കും തെറ്റിയത്. സന്ദീപ് വാര്യരുടെ ഈ പോക്ക് BJPയുടെ മൈലേജ് കൂട്ടുകയാണ് ചെയ്തത്, ഒരിക്കലും കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ ചതിയനായിരിക്കില്ല. സന്ദീപ് വാര്യരെ പുറത്താക്കുമെന്ന് ഭയന്ന് സന്ദീപ് വാര്യർ ഓടി കയറിയതായിരിക്കും. പക്ഷെ കയറിയിടം എവിടെയാണ് എന്നുള്ളത് സന്ദീപ് വാര്യർ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാ അടിത്തട്ടിൽ നിന്ന് വളർന്നു വരാത്ത എല്ലാ നേതാക്കന്മാർക്കും സ്ഥാനം തന്നെയാണ് മോഹം. രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ഥാനം മോഹിച്ച് വരുന്നവരാണ്. അല്ലെങ്കിൽ മോഹൻ ഭാഗത്തിനെ പോലെയൊക്കെ RSSൽ മാത്രം നിന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ സ്വയം സേവകരായി അങ്ങനെ നിൽക്കണം. അല്ലാത്തവരൊക്കെ അതുപോലത്തെ അണികളൊക്കെ അവരെ കാലഘട്ടത്തിലൂടെ വന്നവരും അവർക്ക് ശേഷം വന്ന RSSൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ റാം മാധവനെ പോലെയുള്ളവരുമൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടാനും വലിയ പാടൊന്നുമില്ല. പക്ഷേ മറുകണ്ഠം ചാടി സ്വന്തം പാർട്ടിയെ ഇതുവരെ തുടർന്നു പോകുന്ന പ്രത്യയശാസ്ത്രങ്ങളെ തത്വശാസ്ത്രങ്ങളെ ഒക്കെ ഇന്ന് മാറ്റി പറയാൻ അവർ പഠിച്ചിട്ടില്ല എന്നുള്ളത് അവർ RSSൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ടാണ്. സന്ദീപ് വാര്യർ SFIക്കാരനാണ്. സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം BJPയിലേക്ക് വന്നു. സ്ഥാനം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയി. നാളെ കോൺഗ്രസും തള്ളി പറഞ്ഞാൽ സന്ദീപ് വാര്യർ CPMലേക്ക് പോകും. CPM തള്ളി പറഞ്ഞാൽ സന്ദീപ് വാര്യർ നടക്കൂല. ഞങ്ങളുടെ കൈ കരാറുണ്ടല്ലോ. കരാറുള്ള സ്ഥിതിക്ക് ഒരു 10 കൊല്ലത്തെ കരാർ കാണുമായിരിക്കും. അപ്പൊ ശരി, അങ്ങനെയാണ് നടക്കുക. അപ്പൊ BJP ശ്രദ്ധിക്കുക. തിരഞ്ഞെടുപ്പ് ദിവസം നിങ്ങൾ ആക്റ്റീവായി നിൽക്കുക. നിങ്ങളുടെ വീക്ക് പോയിന്റ് അതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എതിരാളികൾ നിങ്ങൾക്ക് നേരെ തിരിയാതിരിക്കാൻ നിങ്ങളുടെ അണികളെ കൃത്യമായി പ്ലാൻ ചെയ്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുക. തീർച്ചയായും.